പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. രഹസ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ രഹസ്യങ്ങളില്ലാത്ത ആളുകളുണ്ടോ? അതോ നിങ്ങളുടെ രഹസ്യം മറ്റുള്ളവർ പങ്കുവെച്ചു എന്നതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടാകാറുണ്ടോ? മനുഷ്യന് എത്രത്തോളം രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവുണ്ട്? ഈ രഹസ്യം എന്തുകൊണ്ടാണ് വളരെയധികം അവൻ്റെ ആരുടെയാണോ രഹസ്യമുള്ളത് അയാളെ ബാധിക്കുന്ന തരത്തിലായിട്ട് മാറുന്നതിൻ്റെ കാരണമെന്താണ്? മനഃശാസ്ത്രം വളരെ രസകരമായ പല പഠനങ്ങളും ഈ രഹസ്യവുമായിട്ട് പറയുന്നുണ്ട്. പലപ്പോഴും ഒരു മനുഷ്യനും അധികം രഹസ്യം സൂക്ഷിക്കാനായിട്ട് സാധിക്കാറില്ല. എന്താണ് അതിൻ്റെ കാരണം? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെക്കുറിച്ചുള്ള രഹസ്യം മറ്റുള്ളവർ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതേസമയം മറ്റുള്ളവരുടെ രഹസ്യം അവൻ്റെ ഉള്ളിൽ അവന് സൂക്ഷിക്കാൻ പറ്റാതെ ആവുകയും വരും. ഇതിന്റെ കാര്യം കിടക്കുന്നത്, ഞാൻ ഒരാളോട് ഒരു രഹസ്യം പറയുകയാണ്, എന്നിട്ട് അയാളോട് ഞാൻ പറഞ്ഞ രഹസ്യമാണ്, ഇത് ആരോടും പറയരുത് എന്ന് പറയുന്നു. എക്സിനോടാണ് ഞാനിത് പറയുന്നത് എന്നുണ്ടെങ്കിൽ എക്സ് വൈയുടെ അടുത്ത് ചെന്നിട്ട് പറയും, വൈ ഇങ്ങനെ ഒരു രഹസ്യമുണ്ട്, ഇത് നീ ആരോടും പറയരുത് എന്ന് പറയുന്നു. വൈ അത് സെഡിനോട് പറയുന്നു, സെഡ് അത് എനോട് പറയുന്നു. ABCD കഴിഞ്ഞ് ഇത് ഞാൻ അറിയുന്നു. എന്തായിരിക്കും എനിക്ക് എക്സിനോടുള്ള മനോഭാവം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഞാൻ എക്സിൽ വിശ്വസ്തത പ്രതീക്ഷിക്കുന്നു, എക്സ് വൈയിൽ വിശ്വസ്ത പ്രതീക്ഷിക്കുന്നു. ഞാൻ എക്സിനെ ചോദ്യം ചെയ്യുമ്പോൾ എക്സും വൈയും തമ്മിലുള്ള ബന്ധം വഷളാവുന്നു, ഞാനും എക്സും തമ്മിലുള്ള ബന്ധം വഷളാവും. ഇതിങ്ങനെ ചങ്ങലയായിട്ട് പോകുന്നു. ചില ആളുകൾ അവർക്ക് സംബന്ധിച്ചുള്ള രഹസ്യം ഒട്ടും സൂക്ഷിക്കുക പറ്റില്ല. ഇത് സമൂഹത്തിൽ മൊത്തത്തിൽ അങ്ങനെ. അതുകൊണ്ട് തന്നെ രഹസ്യം ഒരിക്കലും രഹസ്യമായിട്ട് വലിയൊരു ഗ്രൂപ്പിൽ അങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പഠനം. വലിയ എക്സ്പെരിമെന്റ് രഹസ്യത്തിന്റെ പേരിൽ നടന്നിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ മനുഷ്യർ പലരും അവരവർ പല രഹസ്യങ്ങളും സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ വെളിവാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സീക്രട്ട് ഓഫ് ദ സീക്രട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൈക്കൽ സ്ലപ്പിയറുടെ ഒരു പുസ്തകമുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെ എന്തുകൊണ്ടാണ് രഹസ്യങ്ങൾ ഇത്രയധികം കുഴപ്പത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നത്, ആ മനുഷ്യന് ഒരു രഹസ്യം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് രഹസ്യമുള്ള ഒരാളെ അത് ബാധിക്കുന്നത് എങ്ങനെയാണെന്നുള്ള പഠനമാണ്. വളരെ രസകരമാണ്. ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ബയോളജിക്കൽ ഫാദറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിൽ നിന്നാണ് ആ പുസ്തകം തുടങ്ങുന്നത്. വളരെ രസകരമായിട്ട് തന്നെ രഹസ്യങ്ങളിലേക്ക് വഴി വീശുന്ന അല്ലെങ്കിൽ വഴി തെളിയിക്കുന്ന ഒന്നാണ് ആ പുസ്തകം. യഥാർത്ഥത്തിൽ എന്തിനാണ് നമ്മളൊരു രഹസ്യം സൂക്ഷിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ വേറെ ഒരാളെ കുറിച്ചുള്ള രഹസ്യം സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ എന്നെ കുറിച്ചുള്ള ഒരു രഹസ്യമാണ്. ഏറ്റവും പ്രധാനം, എന്നെ കുറിച്ചുള്ള രഹസ്യം എനിക്ക് തരുന്നത് മറ്റുള്ളവരുടെ വിധി പ്രസ്താവങ്ങൾ. അതെൻ്റെ ഒരു കുറവായിരിക്കും ഞാൻ സൂക്ഷിക്കുക. അപ്പൊ മറ്റുള്ളവർ അതിൽ വിധി പറഞ്ഞ് എന്നെ ഏതെങ്കിലും കോളങ്ങളിൽ പെടുത്തുന്നതിൽ നിന്ന് എനിക്ക് രക്ഷയുണ്ടാക്കുന്നുണ്ട്. ഇനി ഞാൻ സൂക്ഷിക്കുന്ന രഹസ്യം മറ്റുള്ള ആളുകളെ ബാധിക്കുന്നതായിട്ട്, വേറൊരു വ്യക്തിയെ ബാധിക്കുന്നതായിട്ട് വരുമ്പോൾ രണ്ടുപേര് തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവും. ഗ്രൂപ്പുകളൊക്കെ ആണെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങൾ വഴിവെക്കും ഈ രഹസ്യം പുറത്തേക്ക് വിട്ടാൽ. ഇത്തരം പല ഗുണങ്ങളും രഹസ്യത്തിനുണ്ട്. പക്ഷെ നമുക്കൊരു രഹസ്യം ഉണ്ടായിരിക്കുകയും ആ രഹസ്യം പുറത്ത് പങ്കുവെക്കാതെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചാൽ എന്താണ് കുഴപ്പം? പല വ്യക്തികളും ഈ പഠനത്തിൽ പറയുന്നത് 13ഓളം രഹസ്യങ്ങൾ പല ഗ്രൂപ്പുകളിലായിട്ട് പല രീതിയിൽ ഈ എക്സ്പെരിമെന്റ് നടന്നിട്ടുണ്ട്. പലരും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അതിൽ 13ഓളം രഹസ്യങ്ങളുണ്ട്. അതിൽ കോമൺ ആയിട്ട് തന്നെ പല ഭാഗങ്ങളിലെ മനുഷ്യരും കോമൺ ആയിട്ട് സൂക്ഷിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. പൊതുവെ മനുഷ്യർക്കെല്ലാം തന്നെ ഒരു സിമിലാരിറ്റി അതിൽ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെക്കുറിച്ചുള്ള രഹസ്യം, നമുക്ക് ചില പ്രൊട്ടക്ഷൻസ് രഹസ്യം തരുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഈ രഹസ്യം നമ്മളെ ബാധിക്കുന്നത് എങ്ങനെയാണ്?
നേരത്തെ പറഞ്ഞ രീതിയിലാണ് നമുക്ക് വലിയ ഉത്കണ്ഠ ഉണ്ടാകുന്നു ഈ രഹസ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇത് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന മറ്റുള്ള ആളുകളിൽ നിന്ന് പോകുമോ എന്നുള്ളത് ഉണ്ടാവും. ഈ രഹസ്യം നമ്മളെ തന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിങ്ങനെ ഉള്ളിലിരിക്കുന്നു. നമുക്ക് തന്നെ അതിൻ്റെ കുറ്റബോധം ഉണ്ടാകുന്നു. ഞാൻ എന്തോ തെറ്റാണ് ചെയ്തത് എന്നുള്ള ചിന്ത പലപ്പോഴായിട്ട് നമുക്ക് കടന്നു വരുന്നു. നമ്മളെ സ്വയം സഹതാപത്തിലേക്ക് ഇത് കൊണ്ടുചെന്ന് എത്തിക്കും. അടുത്ത വിഷാദങ്ങളിലേക്കും മനപ്രയാസങ്ങളിലേക്കും പോകും. മാത്രമല്ല, നമ്മളെപ്പോഴും ഭാവിയിലേക്ക് അമിതമായി നോക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരു കാര്യമില്ലാതെ ഇത് ഭാവിയിൽ അറിഞ്ഞാൽ, എങ്ങനെയെങ്കിലും വെളിവായാൽ നമുക്കുണ്ടാകുന്ന കുഴപ്പങ്ങളെ കുറിച്ചുള്ള ആശങ്ക വലിയ പ്രശ്നങ്ങളാവും. സാധാരണ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ രഹസ്യങ്ങൾ നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അവിടെയാണ് നമ്മൾ ഈ രഹസ്യം എന്ന് പറയുന്നത് മറ്റൊരാളുമായിട്ട് നമ്മൾ പങ്കുവെക്കേണ്ടതുണ്ട്. അങ്ങനെ പങ്കുവെക്കപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു ബന്ധുവായിരിക്കാം, ഇതൊന്നും അല്ലെങ്കിൽ നമുക്കൊരു തെറാപ്പിസ്റ്റുമായിട്ടായിരിക്കാം. ഇപ്പൊ പുതിയ ഒരു മാർഗം ഇത്തരം കാര്യങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളത്, നിങ്ങൾക്ക് അനോണിമസ് ആയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പങ്കുവെക്കാന്ന് പറഞ്ഞിട്ട് അനോണിമസ് ആണ്. ആരാന്നറിയില്ല. പൊതുവായ സംഭാഷണങ്ങളും കാര്യങ്ങളിലൂടെ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാനാണ്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇതൊരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യം സൂക്ഷിക്കുന്ന മനുഷ്യരുടെ ഉള്ളിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവുകയും വിഷാദ രോഗത്തിലേക്ക് ഇവർ അടിമപ്പെടുകയും ചെയ്തപ്പോഴാണ് ഇത്തരത്തിലേക്കൊരു മാർഗം, ഒരു സജഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം അറിയണം നമ്മുടെ രഹസ്യം എത്രത്തോളം നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം കുഴപ്പം നമുക്ക് വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് ആരോട് പറയുന്നു, അത് പിന്നീട് നമ്മളെ ബാധിക്കേണ്ട വിധം, ഇതും തീർച്ചയായിട്ടും പഠന വിധേയമാക്കണം. കഴിഞ്ഞു പോയ വിഷയം, വേറെ ആളുകളെ ബാധിക്കുന്ന കാര്യം, അത് നമ്മൾ ഇന്ന് വെളിവാക്കുന്നത് ഭയങ്കര കുഴപ്പമാണ്. കാരണം ഇത് മറ്റുള്ളവർ നമ്മളെ വില പേശാൻ, നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കും, നമ്മളെയും മറ്റൊരാളെയും. അപ്പൊ വീണ്ടും നമ്മൾ മറ്റുള്ളവരുടെ അടിമയായി പോകുന്ന, അവർ പറയുന്ന ഈ രഹസ്യങ്ങൾ വെച്ചിട്ടാണ് വലിയ രീതിയിലുള്ള വിലപേശലുകൾ വരിക. രഹസ്യം ഇന്ന് അധികാര കേന്ദ്രത്തിന്റെ ഭാഗ്യമായിട്ട് രഹസ്യങ്ങളെ കരുതാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ രഹസ്യ വിവരങ്ങൾ ഇന്ന് പലപ്പോഴും പറയാറില്ല. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ പല ആപ്പുകളും നമ്മൾ അവിടെ കൊടുക്കുന്ന പെർമിഷൻസ് പോലും നമ്മുടെ രഹസ്യങ്ങൾ എടുക്കുമെന്ന് പറയാറുണ്ട്. ഡാറ്റ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നു. അനാവശ്യ ഭയങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട് ഈ രഹസ്യമായിട്ട് ബന്ധപ്പെട്ട്. അതേപോലെ രഹസ്യത്തിന്റെ വലിയ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന നമുക്ക് കാണാം. ഇതാ ഒരു രഹസ്യം വെളിപ്പെടുത്താൻ പോകുന്നു, ഇതാ അവിടുത്തെ രഹസ്യം എന്താ, നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വീട്, അതിന്റെ നിഗൂഢത, അതിന്റെ രഹസ്യം, അല്ലെങ്കിൽ മറ്റൊരാളുടെ വീട്, മറ്റൊരാളുടെ പരദൂഷണവും രഹസ്യമായിട്ട് ബന്ധമുണ്ട്. ഇനി ഈ രഹസ്യം നമ്മൾ സൂക്ഷിക്കുകയാണ്, രഹസ്യവും നുണയുമായിട്ട് ബന്ധമുണ്ട്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ രഹസ്യം മാറാണ്ട്. നമ്മളിപ്പോ ഒരു രഹസ്യം സൂക്ഷിക്കുകയാണ്, കള്ളം പറയുന്നതുമായിട്ട് അതിന് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. നമ്മൾ നുണ പറയുന്നു. ഒരു രഹസ്യം സൂക്ഷിക്കാനായിട്ട് നമ്മൾ നുണ പറയുകയാണ്. ഇത് പിടിക്കപ്പെടുമ്പോൾ നമ്മുടെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുന്നുണ്ട് ഒന്ന്. അതേപോലെ നമ്മുടെ രഹസ്യങ്ങൾ നമ്മുടെ ബന്ധങ്ങൾ, വിശ്വസ്തവും നമ്മുടെ ബന്ധങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറാറുണ്ട്. ഇതെല്ലാം തന്നെ സമൂഹത്തിൽ നമ്മളെക്കുറിച്ചുള്ള മതിപ്പിനെ ബാധിക്കും. നമ്മുടെ സ്വയം മതിപ്പിനെ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് കരുതുന്നത്, അവർ നമ്മളെ ഒറ്റപ്പെടുത്താൻ കാരണമാവും. ഇതൊരു കാര്യമാണ്. ഇനി വേറൊരാളുടെ രഹസ്യം നമ്മളിലൂടെ പുറത്തു പോകണം. നമ്മൾ ലൂസ് ടോക്ക് ഉള്ള ആൾക്കാരാന്ന് വയ്ക്കുക. ആളുകളോടൊക്കെ എന്ത് സംസാരിച്ചാലും അത് പറയരുത് എന്ന് പറഞ്ഞ് പറയുന്ന ഒരാളാണെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള മതിപ്പ് ആളുകൾക്ക് പോകും, നമ്മളോടൊന്നും പങ്കുവെക്കാതെയാവും. യഥാർത്ഥത്തിൽ ഒരാളോട് നിങ്ങൾ പറയരുത് എന്ന് പറയുന്ന രഹസ്യം പറയുന്നുണ്ടെങ്കിൽ അത് പുറത്തു പോകും. അവിടെയാണ് എങ്ങനെ പങ്കുവെക്കണം നിങ്ങളുടെ രഹസ്യം. നിങ്ങളുടെ രഹസ്യം നിങ്ങൾക്ക് എത്ര പ്രധാനപ്പെട്ടാണ്, അത് നിങ്ങളെങ്ങനെ ബാധിക്കുന്നുണ്ട് എന്നാണ്. എല്ലാ രഹസ്യങ്ങളും കുഴപ്പമില്ല. അവിടെ ഒരു പരിശോധന ഉണ്ട് രഹസ്യങ്ങൾ. ഈ രഹസ്യം നമ്മൾ സൂക്ഷിക്കുകയാണ്, അതിന്റെ അനന്തര ഫലങ്ങൾ എന്താണ്? ഇതാണ് ആദ്യത്തെ വിലയിരുത്തൽ. ഒരു രഹസ്യം, നിങ്ങളെക്കുറിച്ചുള്ള രഹസ്യം നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടാകും എന്നതാണ് ആദ്യത്തെ പരിശോധന. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യമാണോ? ഈ രഹസ്യം സൂക്ഷിച്ചുകൊണ്ട് പോകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
ഈ രഹസ്യം സൂക്ഷിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേറെ വഴിയുണ്ടോ എന്നതാണ് അടുത്ത പരിശോധന. ഇനി ഈ രഹസ്യം നിങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു പരിശോധനയിലൂടെ നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള രഹസ്യം, അതേപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞ വേറൊരാളെ കുറിച്ചുള്ള രഹസ്യം, ഇത് നിങ്ങൾ ആരോട് വെളിപ്പെടുത്തുന്നു, എന്തിന് വെളിപ്പെടുത്തുന്നു, സാമൂഹ്യപരമായ ബന്ധമുണ്ടാക്കാൻ, പരദൂഷണ മാർഗത്തിൽ നിങ്ങൾ ഉയർന്നു നിൽക്കാൻ, ഇതിലൊക്കെ നിങ്ങൾ ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് കൂടി അറിയണം. ഒരാളെ വിശ്വാസത്തിൽ എടുക്കുന്നതിന്, ഞാൻ വിശ്വസിച്ച ഒരാൾ എന്നെ ചതിച്ചു എന്ന് പറയുന്നതിന് മുന്നേ ഇവിടെ നമ്മളൊരു റിയാലിറ്റിയിലേക്ക് ഈ കാര്യത്തിൽ കടന്നു വരാനുണ്ട്. രഹസ്യം വെളിയിലേക്ക് പോകാനുള്ള ചാൻസ് ഇത് വളരെ അധികം മറ്റുള്ളവരിലുണ്ട്. ഈവൻ നമ്മൾ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളാണെങ്കിലും മറ്റൊരാൾ അത് സൂക്ഷിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. അപ്പോൾ അവിടെയാണ് ഈ രഹസ്യങ്ങൾ വേറെ ഒരാളെ ബാധിക്കുന്നത്. കഴിഞ്ഞ ജീവിതത്തിലെ ഒരു കാര്യം ഇന്ന് എന്നെയും അയാളെയും ബാധിക്കുന്നു, വേറൊരാളെ ബാധിക്കുന്നത് തീർച്ചയായിട്ടും എനിക്കും ബാധിക്കും. ഇല്ല എന്ന് നമ്മൾ വെറുതെ പറയണം. അതുകൊണ്ടാണ് പല ആളുകളും മറ്റാളുകളെ കുറിച്ച് പറഞ്ഞ് അവർ കുഴപ്പത്തിലാവുക, എന്നിട്ട് പറയുക അയ്യോ എന്നെ അതൊന്ന് ഒഴിവാക്കണം എന്ന് പറയും. പക്ഷെ അതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും പ്രധാനം അതിൻ്റെ പരിശോധനയാണ്. അത് നമ്മളെ ഹോണ്ട് ചെയ്യാതെ ഇരിക്കുക എന്നത് പ്രധാനമാണ്. ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ കറന്റ് ലൈഫിനെ അറിഞ്ഞ് ജീവിക്കുന്നതിൽ നിന്ന് ഈ സംഭവങ്ങളൊന്നും നമ്മളെ തടയരുത് എന്ന് പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ഒരു ജീവിതമാണ് നമ്മുടെ നാളത്തെ സന്തോഷം. അപ്പോൾ രഹസ്യങ്ങളെ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ, നമ്മുടെ രഹസ്യം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണോ എന്ന വിലയിരുത്തൽ ഉണ്ടാവണം. മറ്റുള്ളവരെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും അത് പറയണോ എന്നുള്ള പുനർവിചിന്തനം ഉണ്ടാകണം. നമ്മളെ ഹോണ്ട് ചെയ്യുകയും നമുക്ക് കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ തെറാപ്പിസ്റ്റുമായിട്ടോ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിട്ടോ ഇത് പുറത്തു പറയില്ല എന്ന ആ രീതിയിൽ ഉറപ്പ്, ടെസ്റ്റ് ഒക്കെ നമുക്ക് നടത്താൻ പറ്റും. ആ ഒരു ഉറപ്പാണ്. അല്ലാണ്ട് ഇനി അത് പറഞ്ഞാലും നമുക്ക് ഇത്രയേ വരാൻ പോകൂ എന്ന് നമ്മൾ നമ്മളോട് ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം. അപ്പൊ അതിനെ ഒന്ന് ലഘുവാകുന്ന രീതിയിലായിരിക്കണം. ഏറ്റവും പ്രധാനം, മനുഷ്യർക്ക് അധികം രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അവനവനെ കുറിച്ചുള്ള രഹസ്യം വരെ ആ മനുഷ്യനെ ഹോണ്ട് ചെയ്യുകയും അവർക്ക് നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ, ഉത്കണ്ഠ മുതൽ വിഷാദ രോഗം വരെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത് മനുഷ്യൻ വെളിപ്പെടുത്തുന്നത്. ആ വെളിപ്പെടുത്തലിന്റെ തോത് കൂടുന്നതനുസരിച്ചാണ് ആ മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്, അവനോട് എന്ത് പറഞ്ഞാലും പുറത്തറിയും എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഇതൊക്കെ നേർഞ്ഞും കുറഞ്ഞും എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്ന രഹസ്യങ്ങളുണ്ട്, അവിടെ രഹസ്യം സൂക്ഷിച്ചു. അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പിൽ ഈ രഹസ്യം സൂക്ഷിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല. മനുഷ്യരിത് പറയും. അതുകൊണ്ട് തന്നെയാണ് ഈ രഹസ്യങ്ങളും മറ്റുള്ളവരുടെ പരദൂഷണങ്ങൾക്കും ഇന്നും ഈ സോഷ്യൽ മീഡിയയിൽ വലിയ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുക, രഹസ്യം എന്ന് പറയുന്നത് രഹസ്യമായിട്ട് ഇരിക്കണം എന്ന യാതൊരു നിർബന്ധവുമില്ല. എത്രത്തോളം നിങ്ങൾ രഹസ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം അത് പരസ്യമാകാനുള്ള സാധ്യതയുണ്ട് എന്നറിയുക. ആ രഹസ്യം ഒരിക്കലും നിങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് പരിശോധനകളിലൂടെ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ നമ്മളുടെ സന്തോഷത്തെ തടയുന്ന ഒന്നും നമ്മളിൽ ഉണ്ടാവരുത്. അമിതമായ ചിന്തകളും പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ സന്തോഷത്തെ തടയുന്നതാണ്. ഒരു കാര്യവും നമ്മൾ അമിതമായിട്ട് ഭാരം എടുക്കരുത്. ഇത് ഇത്രയേ ഉള്ളൂ എന്ന രീതിയിൽ കാണുമ്പോൾ നമുക്ക് വേറെ ഒരു മാർഗവും, ആളുകൾ പറയുന്ന രീതിയിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങളെ കൊണ്ട് സന്തോഷത്തെ കണ്ടെത്തേണ്ട ഒരു കാര്യമില്ല. ഒരു ട്രെയിനിങ് ക്ലാസ്സും ഇല്ല. നമ്മൾ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ മതി ജീവിതത്തിൽ. നമ്മുടെ സന്തോഷത്തിന്റെ താക്കോല് അത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് നമുക്ക് പുറത്തുനിന്ന് യാതൊരു സോഴ്സും വേണ്ടതില്ല. നമുക്ക് കണ്ടെത്താൻ പറ്റും ആ സന്തോഷം എങ്ങനെ ആയിരിക്കണം. അതിന് ചില മാർഗങ്ങൾ സ്വീകരിക്കില്ല. അതിൽ പ്രധാനപ്പെട്ടാണ് രഹസ്യമായിട്ട് ബന്ധപ്പെട്ട. ഈ രഹസ്യമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എങ്ങനെയാണ് രഹസ്യം സൂക്ഷിക്കുന്നതിൽ കഴിവുണ്ടോ, അതോ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ഇനിയും നിങ്ങൾ നിഗൂഢമാണ് എന്ന് ആഗ്രഹിക്കുന്ന വല്ലതും നിങ്ങളിലുണ്ടോ, അത് നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എന്നെ കേട്ടിരുന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു.